പാക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ എയർ ഇന്ത്യയിലാണ് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പെർ പേഴ്സൺ 15 kg ആണ്. സോ നമ്മളുടെ പാക്കിംഗ് ഒക്കെ ഏകദേശം ഒരു വഴിക്കായില്ല ഗൈസ്. ഇനിയുണ്ട്, നമുക്കിനി ഹാൻഡ് ബാഗ് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ ലഗേജ് ഏകദേശമായി 15 കിലോ ഒക്കെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അമ്മക്ക് ഞങ്ങൾ പോണേല് വിഷമമുണ്ടോ? എന്നാ വിഷമായില്ലേ? കൊള്ളാം, അമ്മക്ക് വിഷമമുണ്ട്. അവരവരുടെ വയറ്റിൽ വരാൻ പിന്നെ പോണ്ടേ? വല്ലപ്പോഴൊക്കെ അമ്മക്ക് കിട്ടിയ പൈസയൊക്കെ കിട്ടണം. അയ്യോ, ഉമ്മ വാങ്ങിച്ചുകൊണ്ടുവന്ന സാധനങ്ങളാ ഞങ്ങൾ കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ ഞങ്ങളുടെ പാക്കിംഗ് ഏകദേശം റെഡിയായി. അവസാനം ജെസ്സി തന്നെ കളത്തിൽ ഇറങ്ങേണ്ടി വന്നു. എല്ലാം പാക്ക് ചെയ്തോ? പിന്നെ ഞാൻ ഇന്ന് പോവുകയാണ്. നല്ല വിഷമമുണ്ടോ? ഇല്ല. ജെസ്സി ഭയങ്കര വിഷമത്തിലാണ് ആള്. വിഷമമുണ്ടോ? അയ്യേ, 2 വാക്ക് പറയൂ. പോണ വിഷമമുണ്ട്, കാരണം ഈ വണ്ടി ഇവിടെ ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത്. കാറ് കലവന്മാരാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ടും നമ്മളെവിടെ പോണത്? ഹൈദരാബാദ്. എന്തിനു? പണിയെടുക്കാൻ. ഫ്ലൈറ്റ് 1 hour ഡിലേ. സോ സാഡ്. വെദർ കണ്ടീഷൻ ഇസ് ബാഡ്. ഇവിടെ ഫുൾ ആളുകളാണ്, ഇരിക്കാൻ പോലും സ്ഥലമില്ല. അപ്പം ഗൈസ് എല്ലാം കഴിഞ്ഞു. നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ പോകാൻ വേണ്ടി പോകുന്നു. റിഹാന പേടിച്ചിരിക്കുകയാണ്. ടേക്ക് ഓഫ് ആവാൻ പോകുന്നു. സോ ഇത് വന്നിട്ട് 9:55 പോകാനിരുന്ന ഫ്ലൈറ്റാണ്. ഇപ്പോൾ രാത്രി സമയം ഏകദേശം 11:30 കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനിയാണ് നമ്മൾ പോകാൻ പോകുന്നത്. അവിടെ പോയിട്ട് നമുക്ക് റൂമും ഇല്ല, ഒന്നുമില്ല, പെരുവഴിയാണ്.
ഏകദേശം അവിടെ എത്തുമ്പോൾ ഏകദേശം 1 മണിയാവും. ഓക്കെ, അപ്പോൾ സോ അവിടെ പോയിട്ട് കാണണം. ഹൈദരാബാദ് സമയം ഏകദേശം 1:30 മണിയായി. നമ്മുടെ എയർപോർട്ടിൽ എത്തിയിട്ട് തന്നെ ഉള്ളൂ. ഇനി ക്യാബെല്ലാം കണ്ടുപിടിച്ച് പോകണം. സോ ഇതാ ബാഗേജ് ക്ലെയിമിലേക്ക് പോവുകയാണ്. എനിക്കൊരു കാര്യം പറയാം, നമ്മുടെ സ്വന്തം ബാഗ് ഇങ്ങനെ പറഞ്ഞാൽ കാണാൻ എന്ത് സന്തോഷമാണ് അല്ലേ? ഒരു കുളിർമയാണ്. നമ്മളെ അടുത്ത ബാഗ് വരുന്നു ഗൈസ്. അത് കാണുമ്പോൾ ഉള്ള സന്തോഷമില്ലേ, അതൊന്നും ഒരു ഫീലാണ്. ഇതിനകത്ത് ഇൻഡക്ഷൻ കുക്കറുണ്ട്, ഹെൽമെറ്റ് ഉണ്ട്, എല്ലാം കൂടി പപ്പടമായി കാണും. എല്ലാം കൂടെ പപ്പടമായി കാണും. ഭദ്രമായി വയ്ക്കുന്നതല്ല. 2 ലാപ്ടോപ്പ് നമ്മൾ ഒരുമിച്ച് വെച്ചിരിക്കുന്ന. ഇങ്ങനെ ജെസ്സി എല്ലാം കൊണ്ട് നടക്കുകയാണ്. ഞാൻ എന്താ ഇവിടെ ഫ്രീ ആയിട്ട് നടക്കുന്നത്. സോ ഇപ്പോൾ ടൈം 1:45 കഴിഞ്ഞു. നമ്മൾ ക്യാബ് ബുക്ക് ചെയ്ത് ഹോട്ടലിലേക്ക് പോവുകയാണ്. അപ്പോൾ ഹോട്ടൽ നമ്മൾ ബുക്കിംഗ്.com വഴി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നൊരു ഏകദേശം 25 കിലോമീറ്റർ ഉണ്ട്. നിയർലി 1.5 hour ഡ്രൈവ് ഉണ്ട്. അറ്റ് ലാസ്റ്റ് ഹോട്ടൽ റൂമിൽ എത്തി. ടൈം വെളുപ്പാങ്കാലം 3 മണിയായി. സോ നല്ല ടയേർഡാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.